ഹായ്, വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്നിട്ടുള്ള +1 ഹിസ്റ്ററിയുടെ ആൻസർ കീ അതുപോലെ തന്നെ എക്സ്പ്ലനേഷനാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള പാഠഭാഗങ്ങളിൽ നിന്ന്, നമ്മൾ നോക്കിപ്പോയിട്ടുള്ള പാഠഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുള്ളത്. അതിന് ഉള്ള സന്തോഷങ്ങൾ വിദ്യാർത്ഥികളെ അറിയിക്കുന്നുണ്ട്. ഓരോരുത്തരായിട്ടൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ +1ൻ്റെ പരീക്ഷ നിങ്ങൾ വിചാരിച്ച പോലെ കഴിഞ്ഞ 8-9 മാസമായി +1 ഹിസ്റ്ററിയുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടാവും. ഹിസ്റ്ററി നിങ്ങൾ വിചാരിച്ചതുപോലെ ആണോ, നിങ്ങൾ നിരാശപ്പെടുത്തിയോ എന്നുള്ളത് ആദ്യം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തും. നിങ്ങൾക്ക് എളുപ്പമായിരുന്നോ, സിമ്പിളായിരുന്നോ? നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലും രേഖപ്പെടുത്താം, അതുപോലെ തന്നെ കമൻ്റായിട്ടും രേഖപ്പെടുത്താം. വളരെ സിമ്പിളായിട്ടുള്ള എക്സാമാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ വാല്യുവേഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുള്ള പാഠങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നോക്കി പോയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ മറ്റുള്ള ഓപ്ഷൻ വെച്ചാണ്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കും. അപ്പോൾ നമ്മൾ നേരിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോവിങ് ആണ്. അപ്പോൾ റിനൈസൻസ് എന്നുള്ള പാഠത്തിൽ നിന്നാണ് നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ളത്. കോപ്പർനിക്കസ്, ജോനാസ് കെപ്ലർ, ഗലീലി, ലോറൻസ് വെല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ കോപ്പർനിക്കസ് ഏതാണ് ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കോപ്പർനിക്കസ് നാലാമത്താണ്, അതായത് കോസ്മോഗ്രാഫിക്കൽ മിസ്റ്ററിയാണ്. ജോനാസ് കെപ്ലർ ഏതാണ്? കെപ്ലർ ദ റെവല്യൂഷന് ബിസ് അല്ലേ, ഇതല്ലേ? ഓക്കെ, ശരി. ദെൻ ഗലി ഏതാണ്? ദ മോഷൻ. ദെൻ ലോറൻസ് വെല്ല ഓൺ പ്ലഷർ. ശരിയാക്കിയിട്ടുണ്ട്. 4ൽ 4 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മാത്ത് ഫോളോവിങ്സ് തെറ്റിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ദെൻ 2 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് 6ഓളം ചോദ്യമുണ്ട്. അതിൽ നിന്ന് 4 എഴുതിയാൽ മതി. എല്ലതും എഴുതണമെന്നില്ല, 4 എഴുതിയാൽ മതി. ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷ്യസ് മോഡൽ എക്സാമിന് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. ചാൾസ് ഡാർവിനാണ്. ഹോമോ ഹെബിലിസ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദി ടൈം എന്നുള്ള പാഠത്തു നിന്ന് ഉള്ള ചോദ്യമാണ്. ഒന്നാമത്തെ പാഠത്തു നിന്നാണ്. ഉപകരണ നിർമ്മാതാവാണ് ഹോമോ ഹെബിലിയസ്. ഓക്കെ, ദെൻ ശരിയാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചുവടെ നൽകപ്പെട്ടവയിൽ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട നദി ഏതാ? യൂഫ്രട്ടീസ്, ടൈഗ്രിസ്. ഈ 2 നദികളാണ്. ഡെനൂബ്, റൈൻ നദിയൊന്നുമല്ല. ഓക്കെ, മെസൊപ്പൊട്ടേമിയയുടെ രാജകീയ തലസ്ഥാനം മാരി. ദെൻ പ്രിൻസിപ്പേറ്റ് സ്ഥാപിച്ചിട്ടുള്ളത് ആരാണ്? അഗസ്റ്റസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇതൊക്കെ ശരിയാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന. അബ്ബാസിയയുടെ തലസ്ഥാനം മധ്യകാല ഇസ്ലാമിക ലോകത്തു നിന്നാണ്. ഏതാണ്? ബാഗ്ദാദ്. ദെൻ ഇനി ക്രോണോളജിയുടെ കാര്യത്തിൽ നമ്മളെപ്പോഴും പറയുന്നതാണ് ചൈനീസ് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ചൈനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ്? നമുക്കറിയാം, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നിട്ടുള്ളത് 1921. ഒന്നാം കറുപ്പ് യുദ്ധം എന്താണ്? 1843. ഓക്കെ, ജപ്പാനിലെ കമ്മോഡർ മാത്യു പെറിയുടെ ആഗമനം 1853, 1853. സണ്ണിയാസൻ റിപ്പബ്ലിക്ക് സ്ഥാപിച്ചത് 1911. അപ്പോൾ ഇതിൽ ആദ്യം നടന്ന ഏതാണ്? ഓക്കെ, ഒന്നാം കറുപ്പ് യുദ്ധമാണ് ഫസ്റ്റ്, ആദ്യം സംഭവിച്ച ഇതാണ്. രണ്ടാമത് മാത്യു പെറിയുടെ ആഗമനമാണ്. മൂന്നാമത് സണ്ണിയാസൻ റിപ്പബ്ലിക്ക് സ്ഥാപിച്ചതാണ്. നാലാമത്തതാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1921. ഇങ്ങനെയാണ്. ഈ 4ൽ 4 മാർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ദെൻ മാപ്പ് അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. മാപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ രാവിലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, സിറിയയും സഹാറയും. ഓക്കെ, സിറിയ മിഡിൽ ഈസ്റ്റിലാണ് അല്ലേ? സിറിയ മധ്യേഷ്യയാണ്. സഹാറ മരുഭൂമി ആഫ്രിക്ക. കോൺസ്റ്റന്റിനോപ്പിൾ, അതുപോലെ തന്നെ ഡനൂബ് നദി യൂറോപ്പ്, ആ ഏരിയയിലാണ് ഇതൊക്കെ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഇനി 10 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 8 എഴുതിയാൽ മതി. 9 ചോദ്യമുണ്ട്, അതിൽ നിന്ന് 8 എഴുതിയാൽ മതി. ഓക്കെ, ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട 2 കാഴ്ചപ്പാട്. ഏകോൽപ്പത്തി, പകരം വെക്കൽ, മാർത്തീർക്കുക. ഏകോൽപ്പത്തി. ഓക്കെ, പകരം വെക്കൽ, മാർത്തീർക്കുക. സിമ്പിളാണ്. ക്യൂണിഫോം ലിപിയുടെ ഏതെങ്കിലും 2 സവിശേഷത. ചിത്രലിപിയാണ്, ആപ്പ് മോഡലാണ്, അതിന് സ്വരാക്ഷരങ്ങളോ വ്യഞ്ജനാക്ഷരങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ്. 11 എന്തെങ്കിലും എഴുതിയാൽ മതി. 2 സവിശേഷത ഇതാണ്. കൽമേഘവും അതുപോലെ ടോപ്പക്കല്ലിയും. അതേതാ? കൽമേഘക് എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാരുടെ മക്കൾ പഠിച്ചിരുന്ന സ്കൂളാണ്. ടോപ്പക്കല്ലിയോ? അത് സാധാരണക്കാരുടെ മക്കൾ. നമ്മുടെ ആസ്തെക് ഇങ്ക ആ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്.
നിങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ച ആ ഒരു പാഠമാണ് ആസ്തെക്ക്, ഇങ്ക, അതുപോലെ തന്നെ മായൻസ്. അപ്പോൾ അതിൽ നിന്നുള്ള ചോദ്യം ആയതുകൊണ്ട് തന്നെ ഓക്കെ. അപ്പോൾ കൽമേഘക്ക് എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാർ മക്കൾ പഠിച്ചിരുന്നതും, അതുപോലെ തന്നെ ടോപ്പക്കലി എന്നുള്ളത് സാധാരണക്കാരുടെ മക്കൾ. യാം എന്താണെന്നുള്ളത്, യാമ കൊറിയർ സംവിധാനമാണ്, ചെങ്കിഷ് ഖാൻ്റെ കൊറിയർ സംവിധാനമാണ് യാം എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ സവിശേഷതകളാണ് ഇത്. യാം എന്തെന്നാന്ന് നിർവചിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൊറിയർ സംവിധാനമാണ്. ചിതറിക്കെടുക്കുന്ന അവർക്ക്, അതായത് മംഗോളിയൻ സാമ്രാജ്യം എന്ന് പറഞ്ഞ നാടോടികളാണ്, അവർക്കിടയിൽ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ട് ചെങ്കിഷ് ഖാൻ നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഒരു പോസ്റ്റൽ സിസ്റ്റമാണ്. കുതിരകളായിട്ടുള്ള ആൾക്കാരെ അതിന് നിയമിക്കുകയാണ്. ദെൻ പ്രൊട്ടസ്റ്റൻ്റ് മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും 2 നേതാക്കന്മാർ, മാർട്ടിൻ ലൂതർ പിന്നെ ജോൺ കാൽവിൻ. ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തുണ്ടുഭൂമി എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ അർത്ഥം. ഫ്യൂഡലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഭുക്കന്മാർ നികുതി പിരിക്കാനുള്ള അവകാശം നൽകുകയും അതിൽ മനോരയിൽ എസ്റ്റേറ്റ്, അതിൽ ജോലി ചെയ്യുന്ന അടിയാളന്മാർ അല്ലെങ്കിൽ സാധാരണ കർഷകർ, ഇതൊക്കെയാണ് ഫ്യൂഡലിസം എന്നുള്ളത്. മധ്യകാലത്തിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഫ്യൂഡലിസം എന്നുള്ള ആ രീതിയിൽ. അച്ചടിയുടെ ഏതെങ്കിലും 2 നേട്ടങ്ങൾ എഴുതുക. നവോത്ഥാനത്തിന് ഏറ്റവും മികച്ച പിന്തുണയായിരുന്നു അച്ചടി യന്ത്രത്തിൻ്റെ വ്യാപനം എന്നുള്ളത്. ആശയവിനിമയം കൈമാറുന്നത്, അതുപോലെ തന്നെ പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്യുന്നത്, ഇതൊക്കെ അച്ചടി യന്ത്രത്തിൻ്റെ വരവോട് കൂടിയാണ്. 1440 അച്ചടി യന്ത്രം ജോനാസ് ഗുട്ടൻബർഗ് സ്ഥാപിച്ചിരുന്നത്. മെസപ്പൊട്ടേമിയയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഏതെങ്കിലും 2 സവിശേഷതകൾ ഏതാണുള്ളത്? ഓക്കെ, നോർത്ത് ഏതാണ്, സൗത്ത് ഏതാണ്, എന്താണ് അവിടുത്തെ സവിശേഷത, ഇതൊക്കെയാണ് മെസപ്പൊട്ടേമിയയിൽ അല്ലേ. നോർത്ത് ഈസ്റ്റിൽ നമുക്കറിയാം സമതലങ്ങളാണ്, കൃഷിയായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. ദെൻ നോർത്തിൽ പുൽമേടുകളായിരുന്നു, അപ്പോൾ അവിടുത്തെ പ്രധാന ഉപജീവന മാർഗം കാലിമേക്കലാണ്. കിഴക്കിൽ ടൈഗ്രീസിൻ്റെ പോഷക നദികൾ, വിനിമയ മാർഗ്ഗങ്ങളും അതുപോലെ തന്നെ മത്സ്യബന്ധനം, 2 എഴുതിയാൽ മതി. തെക്ക് മരുഭൂമിയായിരുന്നു, അപ്പോൾ നഗരങ്ങളാണ്. അപ്പോൾ ഇതായിരുന്നു എഴുതാനുള്ളത്. 8 എഴുതിയാൽ മതി. ഞാൻ ഏറ്റവും ലാസ്റ്റ് ചൈനയിലെ ലോങ് മാർച്ചിനെ പറ്റി ഒരു കുറിപ്പ് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് ലാസ്റ്റത്തെ പാടത്തു നിന്നാണ്. ലോങ് മാർച്ച് എന്തിനാണ്? 1928 മുതൽ 1934 വരെയാണ് ലോങ് മാർച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. 1928 മുതൽ 1934 വരെ നടത്തിയിട്ടുള്ളതാണ്. കുമീന്താങ്മാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ഒരു കുമീന്താങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 600ഓളം മൈൽ താണ്ടി ഷാൻഷിയിലെ എന്ന സ്ഥലത്തിലേക്ക് പോയിട്ടുണ്ട്. കുമീന്താങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ ചൈനയിൽ അധികാരം പിടിച്ചതാണ്. ഓക്കെ, ലോങ് മാർച്ച് ഇൻ ചൈന 1934. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാർട്ട് വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. താങ്ക് യു.